Hello friends, welcome back to our channel. I am going to soft chicken stuff bun. Now we will burger bun chicken stuff. That's why we will cook. That's why 1 cup of chudula paal edutittunde 250 ml cup 1 cup 1 tablespoon panchasara 2 teaspoon yeast. I use instant yeast. Board yeast use it. Mix it. Now panchasara melt it. Mix it. 10 minutes cover it. Yeast ferment it. This is 3 cup flour. 250 ml cup 3 കപ്പാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും പ്രശ്നമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ ഓരോരോ ഫ്ലോർ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഡോ കിട്ടിയിട്ടില്ല എന്നെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സ്റ്റിക്കി ആയിട്ടുള്ള മാവൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒരു സൈഡിലേക്ക് വലിച്ചിട്ട് ഒന്ന് തയ്യാറാക്കി എടുക്കാം. പോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ഒക്കെ മാറിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ കുഴച്ചെടുക്കുന്നതിലാണ് നമ്മൾ ബർഗർ ബന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. നമ്മൾ പാത്രത്തിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെക്കാം. നമ്മളെ ഡോ ഒന്ന് ക്രിസ്പി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് മസാല തയ്യാറാക്കി വെക്കാം. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും ഒരു വലിയ സവാളയും നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കനിലും ഉപ്പുണ്ട്, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കവും പച്ചമുളകും ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഇതായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഡോ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ വിട്ട് എടുക്കുക. ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. ഓവർ തിന്നായിട്ടൊന്ന് പരത്തണ്ട. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. സൈഡ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണും ഒന്ന് അമർത്തുക. അതിൻ്റെ ഓരോരോ ഡോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ആക്കി കൊടുക്കുക. ഉള്ളിലേക്ക് മടക്കി വെക്കുക. അതിനുശേഷം ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഈ മസാലയുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓവറായിട്ട് വെക്കൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂണ് വെച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ തിന്നായിട്ടും പരത്തണ്ട. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു ക്രാക്കുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ കൈകൊണ്ട് ബോൾസ് ഇതുപോലെ ആക്കിയെടുത്താൽ ആ ഒരു ക്രാക്കുള്ള സ്ഥലമൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടും. ഇതുപോലെ എല്ലാതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം.
ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ട്രേയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിട്ട് വെച്ച് കൊടുക്കാം. ഇതിനെ 1 മണിക്കൂർ നല്ല നനവുള്ള തുണി കൊണ്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മിൽക്ക് നമുക്കിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇളം ചൂടുള്ള മിൽക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് സീഡ്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം ഓവണ് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ്. അതിനുശേഷം 150 ഡിഗ്രിയിൽ തന്നെ ഒരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് നല്ല നനവുള്ള തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അതാ നമ്മുടെ ബന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സോഫ്റ്റുള്ള ബന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.